ഇന്നലെ ഒരു പടത്തിന്റെ പേര് മാറ്റി എന്ന് പറഞ്ഞ വലിയ വിവാദമായിരുന്നു. ഇതിന് വേറെ സമയം എടുത്തിട്ട് അലക്കുക, അങ്ങനെ ഒരു വിവാദം വരാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു തമാശ കിട്ടും. തമാശ കൂടെ ആദ്യത്തെ ഒരു അരമണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇച്ചിരി ലോകമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നല്ലതായിട്ട് ലാലുവിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഏറ്റവും നല്ല ലാലുവിന്റെ കുറേ നാളുകൂടി നല്ല റോള് കാണും കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി പടം. തമാശ ചിരിക്കാനുണ്ട്. നല്ലൊരു മ്യൂസിക്കൽ കോമഡി എൻ്റർടൈൻ എന്ന് പറയാം. വിശ്വാസവും അവിശ്വാസവും എല്ലാം മനുഷ്യനെ എവിടെ കൊണ്ട് എത്തിക്കും എന്നാണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചേക്കുന്നത്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അശോകൻ്റെ ഫാദർ ഒരു വെറൈറ്റി, വളരെ നാളുകൾക്ക് ശേഷം ലാലു അലക്സ് നല്ലൊരു ക്യാരക്ടറോട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. ആ പഴയ ലാലു അലക്സിൻ്റെ ശബ്ദം ഇപ്പോഴും ഉണ്ട്. ഓരോ കഥാപാത്രങ്ങളും പിന്നെ ഇതിലെ ബിപിൻ ജോർജ്, മുണ്ടകൃഷ്ണൻ അവർ മത്സരിച്ച് അഭിനയിച്ചൊക്കെയാണ്. ഏതായാലും ഒരു സീൻ പോലും ബോറടിക്കാതെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് എൻ്റെ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരോട് ചോദിച്ചോളാം. അടിപൊളി പടം, ചിരിക്കാനേ ഉള്ളൂ. അടിപൊളി നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഫണ്ണായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? വിഷ്ണു ഒക്കെ ഇഷ്ടായോ? ഇഷ്ടായോ? എങ്ങനെയുണ്ടായിരുന്നു? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട്? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു കോമഡി പടം കേട്ടോ. ഫാമിലിക്ക് മൊത്തത്തിൽ വന്ന് ചിരിച്ച് മനസ്സിൽ നിന്ന് സന്തോഷിക്കാം. നല്ല പടം. ശ്രീജിത്തിന്റെ അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചിരിക്കാനും അറിയാനും ഒക്കെ നല്ല എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. വിശ്വാസങ്ങൾ അധികമാണ്. എല്ലാത്തിലൊരു വിശ്വാസമാണ് ഇല്ലേ ചേട്ടാ? അങ്ങനല്ല എൻ്റെ ഫീലിംഗ് ഇല്ലേ? വിശ്വാസം. So you watched the movie? Not yet. Have you watched the movie? No. Not yet. Very nice experience to work in this industry. I really felt really nice to be here doing a Malayalam movie. I have grown up watching Malayalam movies, and my favorite actor is Fahad Faasil. So I've seen a lot of Fahad Faasil movies. So I was very excited to work. I always wanted to work in this industry. And when I auditioned for this Malayalam movie, I was very excited, and I was actually very nervous since I did not know the language. But after coming to the set, people were very nice. People were actually very supportive, very motivating. I had some problem with the language because I did not know the language as such. But people have helped me a lot with the amazing visuals. Vivin, Payal, the producers, the directors, and very nice by heart. So it was a very lovely experience working in this film, and now that I see that the film is made and it's being made in a really nice way, the entire production has taken a lot of efforts, and it has come in a very nice way. Thank you. അല്ല രസമല്ലേ, നമ്മൾക്കൊരു വിഷയദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിടത്തോളം കാലം അപ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിനിമ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒരു സിനിമ വന്നത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാത്തിനും നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന ആൾക്കാരല്ലേ. ഒരു സ്കൂപ്പ് മൂവി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്. അതുപോലെ അതിനെ കാണുക, ചിരിക്കുക, ചിന്തിക്കുക. എല്ലാവരും കണ്ടതാണോ? അതെ, എല്ലാവരും കാണുമല്ലോ. എല്ലാവരും വരുമോ അറിയില്ല. പടം ഇഷ്ടമായില്ല. സപ്പോർട്ട് ചെയ്യും.
ലാൽചേട്ടൻ തകർത്തെന്ന് പറയണം. ലാൽചേട്ടൻ കാണും വീഡിയോ. ഇത് ക്യാമറമാനാട്ടാ.